പടുക്കൂറ്റൻ യമണ്ടൻ തിരണ്ടിനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതും ചൂണ്ടയിലടിച്ചത്, അതും ഒരു പുള്ളിത്തിരണ്ടി. വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു തിരണ്ടിയാണ് ഈ പുള്ളിത്തിരണ്ടി എന്ന് പറഞ്ഞാൽ. ചൂണ്ടയിലടിച്ച് കരക്ക് കയറ്റിയ ഇവന്റെ ദേഹത്ത് ഇഷ്ടം പോലെ ചേറും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനെ വെട്ടിമുറിക്കുന്നതിന് മുൻപ് കഴുകി വൃത്തിയാക്കുന്ന സീനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിത്തിരണ്ടിയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ 40 കിലോയ്ക്ക് താഴെ ഉണ്ടായിരുന്നുണ്ട്. അതായത് എക്സാക്ട് തൂക്കം എന്ന് പറഞ്ഞാൽ 38.5 കിലോ ഉണ്ടായിരുന്നു ഇവന്റെ തൂക്കം. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ കഴുകി വൃത്തിയാക്കി എടുക്കാം, എന്നിട്ട് നമുക്ക് ഇവനെ മുറിക്കാട്ടാ. സാധനം പുള്ളിത്തരണ്ടി കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമുക്ക് 110 കിട്ടി. ചെറിയ പൈസുണ്ടോ ഇതോ എൻ്റെ ഇവനെ ചൂണ്ടയിലടിച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. സാധാരണ തിരണ്ടിയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ എടുത്ത കഥ വരെ ഉണ്ട്. നിൽക്കണം നമ്മുടെ മിഥുൻ ചേട്ടനുണ്ട് ഇവനെ ചൂണ്ടയിലടിച്ച് കരക്ക് കയറ്റിയത്. നാട്ടിക ബീച്ചിൽ നിന്നാണ് ഇവനെ ചൂണ്ടയിലടിച്ച് കയറ്റിയേക്കുന്നത്. ചിത്രശലഭം ഗ്രൗണ്ട് ഉണ്ടല്ലേ, ചിത്രശലഭത്തിന് ഈ ഒരു വലിയ തിരണ്ടിയെ കിട്ടിയത് അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരും എല്ലാവരും നമ്മുടെ കടയുടെ മുൻപിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ ചാക്കോച്ചേട്ടൻ തിരണ്ടിയുടെ വാല് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജോല അവനെ മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടി നിങ്ങൾക്ക്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വെച്ചിട്ട് സെൻറ്ററായിട്ട് ആ ഭാഗം വെച്ചിട്ട് മുറിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബോക്സിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കുന്നത്. ഈ തിരണ്ടിയുടെ ലിവറും കുടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ ലിവർ നമ്മൾ മീറ്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നുണ്ട് നമ്മുടെ ഈ തിരണ്ടിയുടെ ലിവർ. ഇവനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് മുൻപ് എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കാൻ പോകുന്നത് ഈ ഒരു വലിയ തിരണ്ടിയെ. അതിനുശേഷം നമ്മൾ 1 കിലോയും 2 കിലോയുള്ള ചെറിയ പീസുകളാക്കി ആൾക്കാർക്ക് വിതരണം ചെയ്യും. അപ്പോൾ ഈ ഒരു തിരണ്ടിയുടെ കിലോയ്ക്കുള്ള വില എന്ന് പറഞ്ഞാൽ, അതായത് മീറ്റിൻ്റെ മാത്രം വില എന്ന് പറഞ്ഞാൽ 280 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ 1 കിലോ മീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറിയിലിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെയ്യുണ്ടല്ലോ, നെയ്യ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിവർ എന്നാണ് നമ്മൾ ഇതിൻ്റെ നെയ്യ് എന്ന് പറയാറ് സാധാരണ ഇതിൽ. അപ്പോൾ ആ ലിവർ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് ചെറിയ പീസിലാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഫ്രീ ആയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഒരു കസ്റ്റമറിന് അത്യാവശ്യമായിട്ട് തിരണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ മുറിച്ച് കൊടുക്കുന്ന സീനാണിത്. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 1.5 കിലോളം വരുന്ന പീസാണ് ഇതിൽ നിന്ന് മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ തിരണ്ടിയുടെ ലിവറാണ് ഈ കാണുന്നത്. ലിവറല്ലാണ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് തിരണ്ടി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് ഓരോ പീസ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതാണ്.
എല്ലാ ജീവികൾക്കും ഒരു കട്ടുണ്ടെന്ന് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സഞ്ചിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത്. നമ്മൾ കറിയിലൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരു പാർട്ടാണത്. അപ്പോൾ അത് വെട്ടി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4:15 ശേഷം ഉണ്ടായി ഈ ഒരു തിരണ്ടി മുറിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് നമ്മുടെ കടയിൽ തിരണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരും പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കൈയോടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം ഇപ്പോൾ സമയം നോക്കിക്കോട്ടെ, ഏകദേശം നോക്കി 5:45 ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും തിരണ്ടിയെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതേ ലാസ്റ്റ് പീസാണ് പോയി വെട്ടിക്കൊണ്ടിരിക്കുന്നത് ചാക്കോച്ചേട്ടൻ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പീസും വെട്ടി നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കിലോ 280 രൂപ വെച്ചിട്ടാണ് നമുക്ക് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ, ഈ തിരണ്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ കണ്ട് ഇതുവരെയും ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബായ്. താങ്ക് യു സോ മച്ച്. Hola.